الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بالتقوى الله أعوذ بالله من الشيطان الرجيم ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب وأن القوة لله جميعا وأن الله شديد العقاب. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം ഞാൻ എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആകാശ ലോകങ്ങളിലും ഭൂമി ലോകത്തും സ്ഥിരപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്ത രണ്ട് വാക്യങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടും ഒന്നാണോ? അല്ല, രണ്ടും രണ്ടാണ്. പക്ഷെ ഈ രണ്ടും ആകാശലോകത്തും ഭൂമിയിലും വാഴ്ത്തപ്പെട്ട രണ്ട് വാക്യങ്ങളാണ് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ ഈ രണ്ട് കലിമത്ത് അംഗീകരിച്ച് മനസ്സിലാക്കി പ്രഖ്യാപിക്കുക തന്നെ വേണം. ഭൂമിയിൽ മാത്രമല്ല, ആകാശലോകത്തും ഇത് അംഗീകരിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, മിഅ്റാജിന്റെ രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശലോകത്തേക്ക് കയറിച്ചെന്നപ്പോൾ ഒന്നാം ആകാശത്തിന്റെ കാവൽക്കാരായ മലായിക്കത്തുകൾ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, കൂടെ ആരാണ്? കൂടെ ആരാണ്? ജിബ്രീലിന്റെ മറുപടി, അത് മുഹമ്മദുർ റസൂലുള്ളാഹ് മതി. ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്, സലാം ചൊല്ലിക്കൊണ്ട് സ്വാഗതം ചെയ്യപ്പെടുകയാണ്. മലായിക്കത്തുകളുടെ ലോകത്തും അംഗീകരിക്കപ്പെട്ടതാണ്, ആകാശലോകത്തും അംഗീകരിക്കപ്പെട്ടതാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിമായ മൂമിനായ മനുഷ്യന് നമ്മേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, മറ്റെന്തിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ ബാധ്യതയാക്കി അല്ലാഹു. വെറും ബാധ്യതയല്ല, ഈമാനിന്റെ ഭാഗമാക്കിയത്.
എന്നാൽ രണ്ടും തുല്യമാണോ? ഒരു വിശ്വാസി ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അങ്ങനെ രണ്ടും അള്ളാഹ് സമപ്പെടുത്തിയില്ല എന്ന് കൂടി ശ്രദ്ധിക്കണം നമ്മൾ. ഇത് രണ്ടും ഉണ്ടായാലേ സ്വർഗപ്രവേശനുള്ളൂ. രണ്ടും തുല്യമല്ല, രണ്ടും സമമല്ല. കാരണം അൽ-ബഖറയിലെ 165-ാമത്തെ വചനത്തിലൂടെ അള്ളാഹ് പഠിപ്പിക്കുന്നു നമ്മളെ, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദാ. മനുഷ്യരിൽ ഒരു ഭാഗം ജനങ്ങളുണ്ട്, അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് അല്ലാത്തവരെ അവർ അള്ളാഹുവിന് സമന്മാരായി സങ്കല്പിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെയാണ് ആ ഔലിയാക്കളെ, അള്ളാഹുവിന് തുല്യന്മാരായി അവർ സ്വീകരിച്ച ഔലിയാക്കളെ അവർ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് തുല്യമായിട്ടാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ റബ്ബിനോട് കഠിനമായ അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരാണ്. ആ സ്നേഹം ഒരു സൃഷ്ടിക്കും പാടില്ല, റസൂലിനോട് പോലും പാടില്ല. ബിന്ദൂനില്ല എന്നല്ലേ, അള്ളാഹുവിനെ പുറമെയുള്ളവരെ. അള്ളാഹിന് പുറമെയുള്ളതിൽ മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, ഔലിയാക്കളുണ്ട്, സഹാബത്തുണ്ട്, ഒക്കെ അള്ളാഹുവിന് പുറമെയാണ് അവര്. പക്ഷേ അള്ളാഹുവിനെ കഴിഞ്ഞാൽ എന്നിട്ട് അള്ളാഹ് പറയാണ്, വലൗ യറല്ലദീന വലമു. അക്രമികളായ ആളുകൾ കാണുകയാണെങ്കിൽ ഇത് യറൗനല്ലദാബ, റബ്ബിന്റെ ശിക്ഷ. അള്ളാഹുവിന് തുല്യന്മാരെ ഉണ്ടാക്കി, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കി, അള്ളാഹുവിന്റെ കഴിവുകളെയും അധികാരങ്ങളെയും സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനകൾ, പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ, അവലംബങ്ങൾ, ആശ്രയങ്ങൾ അള്ളാഹു എല്ലാവരിലേക്ക് തിരിച്ചുവിട്ട ആളുകൾ അള്ളാന്റെ ശിക്ഷ കാണുകയാണെങ്കിൽ, മാത്രമല്ല വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീആ, മുഴുവൻ ശക്തിയും അള്ളാഹ്ക്ക് മാത്രമാണെന്ന് അവർക്ക് ബോധ്യം വരികയും ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? വഅന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്ന സത്യവും അവർക്ക് ബോധ്യം വരുമ്പോൾ എന്തായിരിക്കും അവരുടെ സ്ഥിതി? അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ജീവിച്ചു മരിച്ചുപോയ ആളുകളെ അള്ളാഹുവിന് തുല്യതപ്പെടുത്തി അള്ളാഹുവിന്റെ കഴിവുകളെയും ഗുണവിശേഷങ്ങളെയും സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന, പ്രാർത്ഥന, നേർച്ച, പ്രതീക്ഷകൾ, പ്രത്യാശകൾ, അവലംബങ്ങൾ, ആശ്രയങ്ങൾ അള്ളാഹിന്റെ സൃഷ്ടിയിലേക്ക് സമർപ്പിച്ച അള്ളാഹിന്റെ ആ ആളുകൾ അള്ളാഹുവിന് മാത്രമാണ് ശക്തിയെന്നും അള്ളാഹിന്റെ ശിക്ഷ കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും നബിയെ എന്ന് അള്ളാഹ് ചോദിക്കുക. സൂറത്തുൽ ബഖറയിലെ 165. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അള്ളാഹുവിനോടുള്ള സ്നേഹം ആ ഉയരത്തിലേക്ക് എത്തൂല ഒരു സൃഷ്ടിയോട്. പക്ഷേ സൃഷ്ടികളിൽ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സാധ്യമാകണം, ഈമാനായിട്ട് മനസ്സിലാക്കണം. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം. ലാ യുമിനു അഹദക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല ഏതുവരെ? സ്വന്തം പിതാവിനേക്കാളും മക്കളെക്കാളും സർവ്വജനങ്ങളെക്കാളും ഞാനായിരിക്കണം, അള്ളാന്റെ റസൂലായിരിക്കണം അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതുവരെ നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല. ഈമാന്റെ ഭാഗമാണത്, ഈമാന്റെ ഭാഗമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വികാരത്തിൽ നിന്നോ ഒരു അഭിനിവേശത്തിൽ നിന്നോ ഒരു ശരീരേച്ഛ കൊണ്ടോ അതിമോഹം കൊണ്ടോ സംഭവിക്കുന്ന സ്നേഹമല്ല, ഈമാനിന്റെ ഭാഗമാണ്.
ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെയാണ് റസൂലുള്ള എണ്ണി പറഞ്ഞത്. സ്വന്തം മക്കള്, സ്വന്തം മാതാപിതാക്കൾ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ. അതിനേക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിക്കുന്നത് വരെ ഒരാളും മൂമിനാവുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. മൂമിനാവാണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഈ ഈമാൻ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പാടില്ലല്ലോ. അവിടെയും അല്ലാഹ് വേർതിരിച്ചു രണ്ട് വാക്യങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോട് ചേർന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി വരുന്നത്. രണ്ടൊന്നല്ല, രണ്ടും രണ്ട് വാക്യമാണത്. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ഒരു വാക്യം. ആ വാക്യത്തെ ആശ്രയിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ വാക്യം. ആ അല്ലാഹുവിന്റെ റസൂലും അടിമയുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരൊക്കെ മുഹമ്മദ് നബിയോടുള്ള ഇഷ്ടം കൊണ്ട്, ആദരവ് കൊണ്ട് ചില വർത്തമാനങ്ങളിൽ അള്ളാഹുവിനോട് ചേർത്തി പറഞ്ഞ ചില സന്ദർഭങ്ങൾ ഉണ്ടായി. ഒരു സഹാബി വന്നിട്ട് ഒരു വിഷയം സംസാരിച്ചപ്പോ ആ സഹാബി പറഞ്ഞുപോയി, മാഷാ അല്ലാഹു വശിഅത, അള്ളാഹു താങ്കളും ഉദ്ദേശിച്ച പോലെ. റസൂലിനോടെ അള്ളാഹു താങ്കളും ഉദ്ദേശിച്ച പോലെ. ഉടനെ റസൂലുള്ള പറയാണ്, അജഅൽതനീ വല്ലാഹ അദ്ല, നീ അള്ളാനെയും എന്നെയും സമപ്പെടുത്തുകയാണോ? അള്ളാഹ് ഉദ്ദേശിച്ച പോലെ എന്ന് മാത്രം പറഞ്ഞാ മതി. അള്ളാനെയും എന്നെയും നീ സമപ്പെടുത്തി സംസാരിക്കുകയാണോ? ഖുൽ ശാ അല്ലാഹു വഹ്ദ, നീ പറയേണ്ടത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ മാത്രം, അള്ളാഹ് മാത്രം, കൂടെ ഒന്നും വേണ്ട. ഇത്രയും ഔന്നിത്യമുള്ള പദവിയുള്ള വാഴ്ത്തപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനോട് ചേർത്തി പറയുന്ന, സമമാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാചകം പറയാൻ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. കാരണം മുൻഗാമികൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിന്റെ അതിന്റെ പരിധി വിട്ടപ്പോൾ അള്ളാഹുലേക്ക് സമമാക്കി സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് അവസാനം ആരാധനകളും പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും ആ നബിമാരിലേക്ക് ചേർത്ത മുന്നനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ലാ തുറൂനി കമാ തുറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. നസാറാക്കൾ ഈസാ നബിയെ വാഴ്ത്തി വാഴ്ത്തി അതിര് വിട്ട് വാഴ്ത്തിയ പോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുത്. അങ്ങനെ നിങ്ങൾ വാഴ്ത്തരുത്. വഇന്നമാ അന അബ്ദുല്ലാഹ്, കാരണം ഞാൻ അള്ളാന്റെ ദാസൻ മാത്രമാകുന്നു. വറസൂലു, അള്ളാന്റെ റസൂൽ. അവിടെ നിർത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്നേഹമുള്ളവർ, ആദരവുള്ളവർ, സൃഷ്ടികളിൽ ഉത്തമനാണ് റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്നവർ പറയേണ്ട വാചകം അബ്ദുല്ലാഹി വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദാസനും റസൂലുമാകുന്നു. ക്രൈസ്തവർ ഈസാ നബിയെ വാഴ്ത്തി വാഴ്ത്തി ദൈവമാക്കി മാറ്റിയത് നമുക്കറിയാം, അല്ലേ? ആ ക്രിസ്ത്യാനികൾ ദൈവപുത്രന്റെ ജന്മദിനം ആഘോഷിക്കുന്നു ഡിസംബറിൽ. ഈസാ നബി അവരെ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളെ പഠിപ്പിച്ചെന്ന് ഖുർആൻ പല ഭാഗത്തായി വിശദീകരിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ അങ്ങോട്ട് മാറിപ്പോയി പുത്രനായി, പിന്നെ ദൈവമായി, അത് തന്നെ കർത്താവായി മാറി. ഇന്ന് കർത്താവ് എന്നവർ പറയുമ്പോ അള്ളാഹനല്ല ഉദ്ദേശിക്കുന്നത്, ഈസാ നബിയെ തന്നെ കർത്താവായ യേശു എന്നാണ്. അവരെ എഴുത്തിലും പ്രസംഗത്തിലുമൊക്കെ കർത്താവായ യേശു എന്നാണ് അവർ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് റസൂൽ വിലക്കി, എന്നെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തുന്ന ഒരു വർത്തമാനം പറയരുത്. അതുപോലെ എന്നെ വാഴ്ത്തി പറഞ്ഞ് ഈസാ നബിയെ വാഴ്ത്ത പോലെ നിങ്ങൾ ചെയ്യരുത് എന്ന്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ ചെറിയ പെൺകുട്ടികൾ
പാട്ടുപാടി കളിക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജിലല്ലട്ടാ, തെറ്റിദ്ധരിക്കണ്ട. അവരകത്ത് പെണ്ണുങ്ങൾക്കിടയിൽ പാട്ടുപാടി കളിക്കുന്നുണ്ടായിരുന്നു. മുമ്പ് നടന്ന യുദ്ധങ്ങളിലെ വീരകഥകളാണ് അവരുടെ പാട്ടിലെ വിഷയം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോ ആ കുട്ടികൾ പാട്ടിന്റെ ഒരു വരി അവർ മാറ്റിപ്പാടി. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു റസൂൽ നമ്മളിൽ വന്നിട്ടുണ്ട്. റസൂലിനോടുള്ള ആ സ്നേഹവും ആദരവും കൊണ്ട് ആ കുഞ്ഞു കുട്ടികൾ പാടിപ്പോയതാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ, നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു റസൂല്, ഒരു നബി നമ്മളിൽ വന്നിട്ടുണ്ട്. വാഴ്ത്തി അതിരുവിട്ടു, വാഴ്ത്തി അതിരുവിട്ടതാണ്. റസൂലുള്ള തടഞ്ഞു കുട്ടികളെ, ഒരിക്കലും ഈ പാട്ട് പാടരുത്. അതിനു മുമ്പ് നിങ്ങൾ പാടിയെന്ന പാട്ട് പാടിക്കോ, എന്നെ കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പാട്ട് പാടരുത്. ഇപ്പൊ പാട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അറബിയിലും, മിക്കവാറും അറബിയിലാണല്ലോ. മൗലിദുകൾ അധികവും അറബി ഭാഷയിലാണ്. അതിന്റെ മലയാളം പാടാറില്ല, പാടുന്നവർക്ക് അതിന്റെ അർത്ഥം അറിയുകയുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവുകൾ പോലും റസൂലുള്ളാഹിക്ക് കൽപ്പിച്ചുകൊണ്ടുള്ള അറബിയിലുള്ള പാട്ടാണ്. അള്ളാഹുവിന്റെ ശാപമിറങ്ങുന്ന, അള്ളാഹിന്റെ കോപഭൂമിയിലേക്ക് വരുന്ന മൗലിദുകളാണ് ഒന്ന് തൊട്ട് അതിനു മുമ്പും കേട്ടു തുടങ്ങിയത്. അപ്പൊ പിന്നെ സ്നേഹം എങ്ങനെ സ്നേഹം സ്നേഹിക്കണം എന്നുള്ള ഉറപ്പാണ്. എങ്ങനെ സ്നേഹം? ആ വഴി റസൂലുള്ളാഹി പറഞ്ഞു തന്നു. ആ വഴി റസൂലുള്ളാഹി പറഞ്ഞു തന്നു. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ ചര്യ ഇഷ്ടപ്പെട്ട് പിന്തുടരുന്നത് ആരാണോ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചത്. റസൂലുള്ളാഹിയുടെ ചര്യ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ റസൂലിനെ അനുസരിച്ചുകൊണ്ട് ആ റസൂലിന്റെ ചര്യ പിൻപറ്റിയത് ആരാണോ അവനാണ് എന്നെ സ്നേഹിച്ചവൻ. വമൻ അഹബ്ബനി ഫഹുവ മഈ ഫിൽ ജന്ന. എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അല്ലാഹു നാം ഏവരെയും റസൂലുള്ളാഹിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യശാലികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുപ്പാട പറയാൻ എന്ത് സുഖമായിരുന്നു. അപ്പൊ ഇന്ന് കാണിക്കുന്ന സ്നേഹം സ്നേഹമല്ലാന്ന് എളുപ്പം മനസ്സിലാവും. വികാരത്തിൽ നിന്ന്, ഇച്ഛയിൽ നിന്ന്, എന്തും ആഘോഷമാക്കണമെന്നുള്ള ആ മോഹത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഇന്നുള്ള നബിദിനാഘോഷം മുഴുവൻ. എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എളുപ്പം മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണം. ഇവിടെങ്ങാനും അവരെ ഉപദ്രവിച്ച മരിക്കണേ മുമ്പ് തന്നെ അള്ളാഹു ശിക്ഷിച്ചു കളയും. അതാ പരലോകത്ത് വേറെ കഠിനം. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയാൽ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിച്ചു കളയും. നമ്മളെ മക്കൾക്ക് അറിയില്ല എന്ന് മാത്രം, അത് നമ്മ പഠിപ്പിച്ചിട്ടുമില്ല, പഠിക്കുന്നവർക്ക് കൊണ്ടുവന്നിട്ടുമില്ല. അത് വേറെ വിഷയം. എന്നിട്ട് മക്കളെ കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മൾ. ആ മക്കൾക്ക് ഇത് ഇങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് ദുനിയാവിൽ പോലും ഉമ്മാനെ വിഷമിപ്പിച്ചാൽ ദുനിയാവിൽ പോലും ശിക്ഷിക്കും അല്ലാഹ്. പരലോകത്ത് അത് കഠിനമാണ്. വല അദാബുൽ ആഖിറത്തി അക്ബർ. പരലോകത്തിലെ അത് കഠിനാണ്. നമ്മുടെ മക്കളും പേരമക്കളും ഇത് കേൾക്കാൻ, ഇതറിയാൻ അവർക്ക് അവസരം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പലതവണ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഒരു മകൻ ഉമ്മാനെ ഉപ്പാനെ സ്നേഹിക്കുന്നു എളുപ്പം മനസ്സിലാവും. വാപ്പ പറയണ മോനെ, വാപ്പാക്ക് സുഖമില്ല, ഈ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ മേടിച്ചിട്ട് പോണില്ല, അനുസരിക്കില്ല. ഉമ്മ പറയണ മോനെ, ഉമ്മക്ക് ഇടക്കറായിട്ട് പാടില്ല, പഞ്ചസാര തീർന്നിരിക്കുന്നു, ഒരു വെറും ചായ തിളപ്പിച്ചു കുടിക്കാം. പീടിയല്ല, അപ്പുറത്ത് പീടിയെ പോയിട്ട് 1 കിലോ പഞ്ചസാര മേടിച്ചു, പോണില്ല. ഇവൻ പറയണ എൻ്റെ ഉപ്പ നല്ല ആളെന്ന് പാട്ടും പാടി നടക്കുക. എൻ്റെ ഉമ്മ നല്ല ആളാണേ, എൻ്റെ ഉപ്പ. എന്ത് സ്നേഹണ സ്നേഹം. വാപ്പ ശ്വാസം മുട്ടി വലിച്ചിട്ട് അതിന് ഡോക്ടർ എഴുതിയ ഗുളിക തീർന്ന് അതൊന്ന് വാങ്ങി വാ മോനെ എന്ന് പറയുമ്പോ അത് അനുസരിക്കാത്ത മോൻ. ഉമ്മാക്ക് വെള്ളം കുടിക്കാൻ
കാപ്പി കുടിക്കാൻ ഒരു വസ്തു വാങ്ങി വരാൻ പറയുമ്പോ അനുസരിക്കാത്ത മകൻ, എനിക്ക് ഉമ്മോട് ഭയങ്കര സ്നേഹമാണ്. ഉപ്പോട് അവൻ പാട്ടും പാടണം, എൻ്റെ ഉപ്പ നല്ല ആളാണ്, എൻ്റെ ഉമ്മ നല്ല ആളാണ് എന്നും പറഞ്ഞ് പാട്ടും പാടി നടക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായി ആ മോനിക്ക് സ്നേഹമില്ല. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചക സ്നേഹം ഒരു ചെലവില്ലാത്തതാണ്, ബുദ്ധിമുട്ടില്ലാത്തതാണ്, ത്യാഗം ആവശ്യമില്ലാത്തതാണ്, അപകടകരവുമാണത് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും അധികം റസൂലിനെ സ്നേഹിക്കാൻ കഴിയുന്ന, ആ റസൂലിനെ പിൻപറ്റി സ്വർഗം നേടാൻ കഴിയുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രവാചക സ്നേഹത്തിലേക്ക് ഒന്നുകൂടി നാം തിരിച്ചു വന്നാൽ, രണ്ട് രൂപം, സ്നേഹത്തിന്റെ രണ്ട് രൂപം നമ്മൾ ഇവിടെ കാണുകയാണ്. വേർതിരിച്ച് പഠിക്കണം, അത് പഠിച്ചാൽ എളുപ്പമായി കാര്യം മനസ്സിലായി. രണ്ട് തരം പ്രവാചക സ്നേഹം നമ്മൾ ഇവിടെ കാണുകയാണ്. ഒന്ന്, അള്ളാഹു പഠിപ്പിച്ചു തന്ന സ്നേഹം, ഈമാനിന്റെ ഭാഗമായ സ്നേഹം. അത് ത്യാഗത്തിൻ്റെതാണ്, എളുപ്പമുള്ളതല്ല, തീരെ എളുപ്പമുള്ളതല്ല. റസൂലിന്റെ ചര്യ ഓരോ വിഷയത്തിലും അങ്ങനെ തന്നെ പിൻപറ്റാൻ ആ സ്നേഹം നമ്മളെ നിർബന്ധിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മുടെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മളെ തറവാട്ടുകാർക്കോ മഹല്ലുകാർക്കോ നാട്ടുകാർക്കോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക ഈ വിഷയത്തിൽ ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നാട്ടുകാർ ഇഷ്ടം നോക്കൂല. ഈമാനാണ്, സ്വർഗത്തിൽ കിടക്കേണ്ട വിഷയമാണ്. ഇത്തിരി ത്യാഗ ഈ കാലഘട്ടത്തിൽ വലിയ ജിഹാദായിരിക്കും അത്. റോട്ടിലിറങ്ങി കല്ലെറിയാനും വടിവീശാനൊക്കെ എളുപ്പ, ഇത് എളുപ്പല്ല. ഓരോ വിഷയത്തിലും റസൂലുള്ള, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇവിടെ വരുന്നവർക്ക് ഖത്തീബ് തന്നെ, ഇമാം തന്നെ ദുആ ഇറന്നിട്ട് ആമീൻ പറയണ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ചെയ്യുന്നില്ലല്ലോ, സ്വന്തമല്ലേ തോർക്കണം. എന്തേ സംഭവം? അങ്ങനെ ഒരാള് ദ്വാരക്ക് ആമീൻ പറഞ്ഞ മോശമായത് കൊണ്ടാണോ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും, റസൂലല്ല ഇമാമ്, പള്ളി ആരംഭിച്ചിട്ട് 10 കൊല്ലം ഇമാമ് റസൂലല്ലേ. ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോഴല്ലേ വേറെ പകരം ആളുണ്ടാവുള്ളൂ. മദീനത്തുള്ളപ്പോ റസൂലല്ലേ. ഒരു വക്തിൽ പോലും സലാം വീട്ടിട്ട് തിരിഞ്ഞിരുന്നിട്ട് റസൂല് പ്രാർത്ഥിക്കാൻ സഹാബത്ത് ഒരു വക്തിൽ സംഭവിച്ചിട്ടില്ല. റസൂലിന്റെ അപ്പൊ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യാ. ഇവിടെ വരിതിങ്ങിയിരിക്കുന്നോണ്ടായിരിക്കും എഴുന്നേറ്റ് പോകാൻ വൈകുന്നത്. അപ്പൊ തന്നെ എഴുന്നേൽക്കാന്ന റസൂലിന്റെ ചര്യ. റസൂല് മാറിയിരുന്നിട്ട് പ്രാർത്ഥിക്കും, പിന്നിലുള്ള സഹാബിമാര് അവര് പ്രാർത്ഥിക്കും. പ്രാർത്ഥന അനിവാര്യം, നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥന അനിവാര്യം. ഇന്ന് സാധാരണ പല മഹല്ലുകളിൽ നടക്കുന്ന രീതി നമ്മൾ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? റസൂലിന്റെ ചര്യ പിൻപറ്റണമെന്ന് നമുക്ക് നിർബന്ധമുള്ളത് കൊണ്ട്. പല ആളുകളും പൊക്കിളിന്റെ ഭാഗത്ത്, നാഭിയുടെ ഭാഗത്ത് കൈകെട്ടും, നമ്മൾ കെട്ടുന്നില്ല. എന്തുകൊണ്ട്? ഹദീസിൽ സ്ഥിരപ്പെട്ടു, റസൂലുള്ളാഹി ഹൃദയത്തിന്റെ ഭാഗത്താണ്. ഹൃദയമില്ലേ, ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അവയം അൽ ഖൽബ്, സ്വദർ എന്നതിന് പേരുണ്ട്. സ്വദർ അല്ല സ്വദർ. അതുകൊണ്ട് നമ്മ അവിടെ കെട്ടണത്, നമുക്കൊരു സൗകര്യത്തിന് കൂടി ഇറക്കി കെട്ടാൻ ഒരു സുഖ അപ്പെടുത്താം. നമ്മുടെ ഇഷ്ടമല്ല വിഷയം, റസൂലുള്ള എങ്ങനെ ചെയ്തു എന്നതാണ്.
ഇങ്ങനെ വരുമ്പോ ഓരോ വിഷയം നമ്മുടെ വീട്ടിൽ വരുമ്പോ റസൂലുള്ള ചെയ്തത് എങ്ങനെ പറ്റുമോ? അപ്പൊ നമ്മ മക്കൾക്ക് വീണ് കൊടുക്കും, റസൂലുള്ളാഹിനെ കൊണ്ട് മാറ്റി നിർത്തും. കുടുംബക്കാർക്ക് സ്വന്തക്കാർക്ക് കൊണ്ട് വിട്ടുകൊടുക്കും, റസൂലുള്ളാഹിനെ മാറ്റി നിർത്തും. ഇത്തിരി ത്യാഗമാണത്, ഇത്തിരി ത്യാഗമാണ്. അപ്പോ ഇന്ന് നടക്കുന്നതോ ത്യാഗമുള്ളതാണ്. ഈമാനിന്റെ പേരിൽ സ്നേഹിക്കാൻ കൽപ്പിക്കുക. രണ്ടാമത്തെ സ്നേഹം ഇച്ഛയില് മനുഷ്യന്റെ ഒരു ശരീരത്തിന്റെ ആഗ്രഹം, വ്യാമോഹങ്ങള്, ഒരു വികാരം, അതിനനുസരിച്ച് സ്നേഹപ്പെടണം. അതിൽ ത്യാഗം ആവശ്യമില്ല, ആഘോഷം മാത്രമേ ഉണ്ടാവൂ. ആഘോഷത്തിന് പരിധി ഉണ്ടാവില്ല. പല പല വിഭിന്നങ്ങളായ ആഘോഷങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആഘോഷത്തിന്റെ പരിധിയുടെ പ്രശ്നം കൊണ്ടല്ല, അള്ളാഹുവിന്റെ റസൂൽ റബീഉൽ അവ്വൽ മാസത്തിനോ അല്ലെങ്കിൽ 12-നോ ഒരു പ്രത്യേകത കൽപ്പിച്ചിരുന്നുവെങ്കിൽ സഹാബത്തിനെ വിളിച്ചുകൂട്ടി അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന് റബീഉൽ അവ്വൽ 12 അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ റബീഉൽ മാസമാണ്, അതിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഒരാൾ റസൂലുള്ളാഹിയുടെ ലക്ഷക്കണക്കിന് ഹദീസ് പരിശോധിച്ചപ്പോൾ അങ്ങനൊരു സംഭവം ചർച്ച ചെയ്തിട്ടില്ല. സഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. താബീങ്ങൾ അവരറിഞ്ഞിട്ടില്ല. ഏതോ ഷിയാ വിശ്വാസമുള്ള ഈജിപ്തിലെ രാജാവാണ് ഇന്നുള്ള ഈ നബി മൗലിദാഘോഷം തുടങ്ങി വെച്ചത്. ഷിയ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഷിയാക്കളെ, അലിയാണ് റസൂലിന് ആവേണ്ടതെന്ന് വിശ്വസിക്കുന്നേ ഷിയാക്കളെ, അവര് തുടങ്ങി വെച്ചതാ. അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി അങ്ങനെ തുടങ്ങി വെച്ചതാ. അത് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെയും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കിതാബ് പഠിച്ചവരാണ് ഈ നബിദിനാഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്ന അധിക ഉസ്താദുമാരും. അതാണ് അതിന്റെ അത്ഭുതം. ഇമാം ഫാക്കിഹാനി പറഞ്ഞതായി ഇമാം സുയൂത്തിയുടെ കിതാബുകള് ഷാഫി മദ്ഹബ് ഇഷ്ടപ്പെടുന്നവരൊക്കെ പഠിക്കും, പണ്ഡിതന്മാരെ. അസ്ലുൽ മൗലിദി ബിദ്അത്തുൻ കിതാബില് അച്ചടിച്ചതാണ്. ഇപ്പോഴുള്ള ആ പള്ളിയിൽ ഇരിക്കുന്ന കിതാബിലുള്ളതാ. മൗലിദാഘോഷത്തിന്റെ അസ്ല് തന്നെ ബിദ്അത്താകുന്നു, പുതുതായി ഉണ്ടാക്കപ്പെട്ടതാകുന്നു. ലം തുങ്കൽ അൻ അഹദിൻ മിനസ് സലഫ് മുൻകഴിഞ്ഞ സജ്ജനങ്ങളിൽ നിന്ന് ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മിനൽ ഖുറൂനി സലാസത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ആ 3 നൂറ്റാണ്ടുകളിലെ കഴിഞ്ഞുപോയ സലഫുകളുടെ അനുഷ്ഠാനങ്ങളിൽ ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് പുതിയതാകുന്നു. ഇബ്നു ഹജർ ഹൈതമിയും ഇതിന് തുല്യമായ പദങ്ങളാണ് പ്രയോഗിച്ചത്. സത്യത്തിൽ മുഅ്മിനീങ്ങൾ, നബിയെ സ്നേഹിക്കുന്നവർ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ കരയുകയാണ് ചെയ്യുക, ആനന്ദിക്കുകയല്ല, റോഡ് ഷോ നടത്തുകയല്ല, ബാൻഡ് വാദ്യങ്ങൾ മുഴക്കുകയല്ല, പായസവും ലഡും വിതരണം ചെയ്യുകയല്ല ചെയ്യുക. കരഞ്ഞു പോകും. കാരണം നമുക്കറിയാം, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. മദീന ഒന്നടങ്കം കരഞ്ഞ ദിവസം, മദീന ഒന്നടങ്കം കരഞ്ഞ ദിവസം. സഹാബത്ത് പറയുന്ന ഹദീസിൽ കാണാം, മദീനക്കാർ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷിച്ചത് മക്കയിൽ നിന്ന് റസൂലുള്ളാഹി ഹിജറ മദീനയിൽ എത്തിയ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. മദീനക്കാർ ഏറ്റവും സങ്കടപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിനമാണ്. അതെങ്ങാനും ഓർത്താല് കരയാത്ത സത്യവിശ്വാസി ഉണ്ടാവില്ല. എല്ലാവരെയും സങ്കടപ്പെടുത്തിയതാണ് റസൂലുള്ളാഹിയുടെ വഫാത്ത്. റസൂലുള്ളാഹിയുടെ മയ്യത്ത് ഖബർ അടക്കി അകത്താണ്. ആയിഷയുടെ റൂമിലാണ്. പെണ്ണുങ്ങളൊക്കെ പുറത്തേക്ക് മാറ്റി. അവിടെ ആയിഷയുടെ മുറി
പള്ളിയോട് ചേർന്നത് ഇതുപോലെ, ഇത് പള്ളി, ഇത് ഇവിടെ ഒരു കർട്ടനുള്ളൂ വ്യത്യാസം. ആയിഷയുടെ വീടാണ് ഇതിനോട് ചേർന്ന്. മറ്റു ഭാര്യമാരുടെ വീട് അടുത്തടുത്ത് അങ്ങനെ ഉണ്ട്, പള്ളിയോട് ചേർന്ന്. രോഗം മൂർച്ഛിച്ചപ്പോ ആയിഷയുടെ വീട്ടിലാണല്ലോ. അങ്ങനെ രോഗം മൂർച്ഛിച്ചു വന്നു. റബീഉൽ അവ്വൽ 12 ളുഹാ സമയത്ത് സുബഹി നമസ്കരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖാണ് ഇമാം. സഹാബത്ത് ഒന്നടങ്കം പള്ളിയിലുണ്ട്. റസൂലുള്ളാഹിയുടെ രോഗവിവരം അവർക്ക് അറിയണം. കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായി. റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടില്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ആ സമയത്താണ് ഇഖാമത്ത് കൊടുക്കുന്നത് സുബഹിക്ക്, റബീഉൽ അവ്വൽ 12 സുബഹിക്ക്. അപ്പോഴാണ് ആ കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട് റസൂലുള്ളാഹ് ഇത് നോക്കി പുഞ്ചിരിക്കുന്നു. രോഗം പിടിച്ച് കിടക്കുന്ന റസൂലുള്ളാഹ്. സഹാബത്തിന്റെ കണ്ണുകൾ മുഴുവൻ അങ്ങോട്ടായി. ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സംഭവമാണ് ഞാൻ പറയുന്നത്. കണ്ണുകൾ അങ്ങോട്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വിചാരിച്ചു പോയി റസൂൽ നമസ്കരിക്കാൻ വരണമെന്ന്. അദ്ദേഹം പിന്നോട്ട് ഇങ്ങനെ ഇറങ്ങി റസൂൽ ഇമാമും കിട്ടെന്ന് വെച്ചിട്ട് റസൂൽ ആംഗ്യം കാണിച്ചു അബൂബക്കറിനോട് തന്നെ തുടരാൻ. അപ്പോഴും സഹാബത്ത് റസൂലുള്ളാഹിനെ കണ്ടതുകൊണ്ട് മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ നിസ്കാരം ഇപ്പൊ കുഴപ്പാവും, ഞങ്ങളുടെ നിസ്കാരം ഇപ്പൊ പ്രശ്നമാവും. അള്ളാഹിന്റെ റസൂലിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കണം നിസ്കരിക്കണമെങ്കിൽ. കാരണം സുജൂദിലേക്ക് നോക്കണം. സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കേണ്ടത് നിസ്കാരത്തിൽ. നേരെ മുകളിലേക്കൊന്നും നോക്കാൻ പാടില്ല. റസൂൽ അവിടെ നിൽക്കുക. അത് മനസ്സിലാക്കി റസൂലുള്ളാഹ് കർട്ടൻ ശരിയാക്കി മടങ്ങി. നല്ലൊരു സുഖം തോന്നി കുറച്ച് ദിവസത്തിന് ശേഷം. പക്ഷേ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ വിഷയങ്ങൾ മാറി, രോഗം വർദ്ധിച്ചു, അവസാനം വഫാത്തായി. നബിയുടെ ഖബറ് ആ മുറിയിൽ തന്നെ, ആ മരിച്ച മുറിയിൽ വെച്ച് കുളിപ്പിച്ചു. ആ മരിച്ച മുറിയിൽ തന്നെയാണ് ഖബറടക്കുന്നത്. അതിന്റെ കാരണം റസൂലുള്ളാഹി പ്രാർത്ഥിച്ചതെന്തായിരുന്നു? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എന്റെ ഖബറ് ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ റബ്ബേ. മുൻഗാമികളൊക്കെയും അവരെ അമ്പിയാക്കളുടെ ഖബറും ഔലിയാക്കളുടെ ഖബറൊക്കെ ജാറമാക്കി ആരാധിക്കുന്ന കേന്ദ്രമാക്കി. എന്റെ ഖബർ അങ്ങനെ ആക്കരുതേ. ആയിഷ റളിയല്ലാഹു പറഞ്ഞുതരാം നമുക്ക്. റസൂലുള്ളാഹിയുടെ ആ ഭയപ്പാട് കൊണ്ടാണ് എന്റെ സ്വന്തം സ്ഥലത്ത്, പൊതുസ്ഥലത്തല്ല, എന്റെ സ്വന്തം സ്ഥലത്ത് മറമാടി. പൊതു സ്ഥലത്താകുമ്പോ ആർക്കും വരാലോ. ഇത് എന്റെ അനുവാദമില്ലാതെ ഈ മുറിയിൽ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്റെ സ്വന്തം സ്ഥലത്ത് മറമാടി. അപ്പൊ സ്ത്രീകളൊക്കെ മാറ്റി. അബ്ബാസ് റളിയല്ലാഹുവിന്റെ മക്കള് അലി റളിയല്ലാഹു എല്ലാവരും കൂടി കുളിപ്പിച്ചു. ആ മുറി വെച്ച് തന്നെ മറമാടി. മണ്ണിട്ട് പുറത്തു വന്നപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, 10 കൊല്ലം റസൂലുള്ളാഹിക്ക് ഹിദ്മത്ത് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹിയുടെ മകൾ ഫാത്തിമ, അനസേ നിനക്കെങ്ങനെ കഴിഞ്ഞു എന്റെ വാപ്പായുടെ വയ്യത്തിന് വിധ മണ്ണ് വാരിയിടാൻ നിനക്കെങ്ങനെ സാധ്യമായത് അനസേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പൊട്ടിപ്പോയി. ആ ദിവസം ഈ റാലി ചെണ്ട മുട്ടും ബാൻഡും ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ആലോചിച്ചു. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ശർറുകളിലും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് ചെയ്യുന്ന ആളുകളുടെ ആധിക്യം നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ. അല്ലാഹു റസൂൽ പറഞ്ഞ സത്യം ഉൾക്കൊണ്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗം നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.